അയക്കുക എന്നതിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു പദം അർസല എന്നുള്ളതാണ്. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇർസിൽ അയക്ക്, ഇർസിൽ ഖാദിമക്, സെൻഡ് യുവർ സെർവൻറ്റ് എന്ന് പറയാം, അയക്കുക. അപ്പോൾ അങ്ങനെയാണ് മുർസൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടത് എന്നർത്ഥത്തിലാണ്. ആ വാക്കിൽ നിന്ന് തന്നെയാണ് റിസാലത്ത്, മെസ്സേജ്, അയക്കുന്നത് മെസ്സേജ് ആണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലാണ് റിസാലത്ത് എന്ന് പറഞ്ഞാൽ മെസ്സേജ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആ മെസ്സേജുമായി വന്ന ആളുകൾക്കാണ് ദിവ്യബോധനം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ അർത്ഥത്തിലാണ് മുർസലീങ്ങൾ, പ്രവാചകന്മാർക്ക് ദിവ്യബോധനവുമായിട്ട് ദിവ്യ മെസ്സേജുമായിട്ട് വന്ന ആളുകൾക്ക് പറയുന്ന വാക്കാണ് മുർസലീങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ടല്ലോ പ്രവാചകന്മാർക്ക്. അങ്ങനെയാണ് ആ വാക്കിനർത്ഥം കിട്ടിയത്. സ്പോക്കൺ അറബിക്കിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇർസിൽ എന്ന് പറയാം. പിന്നെ മെസ്സേജൊക്കെ അയക്കും, നമ്മൾ മൊബൈൽ മെസ്സേജൊക്കെ അയക്കുമ്പോൾ തൊറഷ് എന്ന് പറയാറുണ്ട്. തൊറഷ് അയക്ക്, അനബി തൊറഷ് ലക് ഹാദർ റിസാല, ഞാൻ ഈ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ വോയിസ് മെസ്സേജിന് സൗത്തിയ എന്നാണ് പറയുക. സൗത്ത് ശബ്ദമാണ്. അപ്പോൾ സൗത്തിയ എന്ന് പറഞ്ഞാൽ വോയിസ് മെസ്സേജാണ്. അപ്പോൾ പറയാം അനബി തൊറഷ് ലക് സൗത്തിയ ബാദ്ഷോയി, കുറച്ച് സമയം ആഫ്റ്റർ സം ടൈം ഐ വിൽ സെൻഡ് യു വോയിസ് മെസ്സേജ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അനബി തൊറഷ് ലക്, ഈ ബാ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അനബി തൊറഷ് ലക് സൗത്തിയ ബാദ്ഷോയി, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു മെസ്സേജ് അയക്കാമെന്ന് പറയാറുണ്ട്. പിന്നെ അയക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് അയക്കലുണ്ടല്ലോ. ഇപ്പോൾ ഒരാളെ അയക്കുക, അല്ലെങ്കിൽ എത്തിക്കുക എന്നൊക്കെ കാര്യത്തിൽ വദ്ദി ചില സമയത്ത് സാഹചര്യം അനുസരിച്ച് വരാറുണ്ട്. എല്ലായ്പ്പോഴും അല്ല. വദ്ദി ജമീലക്ക് ഹിനാക്ക്, അവിടെ എത്തിക്കുക എന്നുള്ളൊരർത്ഥത്തിലാണ് അത് എത്തിക്കുക കേട്ടാ. പക്ഷെ അത് അയക്കുക എന്നുള്ളതിന് ഇത് തന്നെയാണ്. ഇർസിലും തൊറഷ് എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ അയക്കണതിന് കൂടുതലും യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് മൊബൈൽ മെസ്സേജുകൾക്ക് തൊറഷ് എന്നുള്ളത് തന്നെയാണ്. പക്ക ഈ എഴുത്ത് ഭാഷയിൽ ഇർസിൽ, അയക്ക് എന്ന് പറയാം. രണ്ട് വാക്കുകളാണ്.